മോനെ ബണ്ണി, ഗുഡ് മോർണിംഗ്. താൻ ആരാടോ? കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ. സാരമില്ല, പോലെ അല്ല ബണ്ണി, ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പൽ. ഒന്ന് പോടോ, താൻ ഞങ്ങളുടെ പ്രിൻസിപ്പാളൊന്നുമല്ല. അയാളുടെ ഒരു മാതിരി ചളങ്ങിയ മോന്തേ. ആ ചളിങ്ങിയ മോന്ത ഇത് തന്നെ, നീ ശരിക്കൊന്ന് നോക്ക്. എനിക്കിങ്ങനെ തോന്നുന്നില്ലല്ലോ. സാർ, ഇനി ഒരു വഴിയേ ഉള്ളൂ. ഒന്നുകൂടി ഷട്ടൂര് നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ. അത് നടക്കില്ലടോ. അതെന്താ? ഷർട്ട് ഊരണമെങ്കിൽ ഈ വള്ളി ഊരിയെങ്കിലേ പറ്റൂ. വള്ളി ഊരിയാൽ ആദ്യം പാന്റ് താഴെ പോവും. എങ്ങനെയാലും ഞാൻ ആ പ്രിൻസിപ്പാളൊന്ന് പ്രൂവ് ചെയ്യടാ. ഓക്കെ ബണ്ണി, നോക്ക് ബണ്ണി, നല്ലോണം നോക്ക്. മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക്, മാങ്ങാ ചപ്പി പോലുള്ള ഈ തലമുടി നോക്ക്, ഗർഭിണികളെ പോലുള്ള ഈ വയറ് നോക്ക്, PVC പൈപ്പ് പോലുള്ള ഈ പാന്റ് നോക്ക്. ബണ്ണി, ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ അല്ലാതെ വേറെ ആർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ബണ്ണി. ഓക്കെ, ഇയാള് പ്രിൻസിപ്പൾ ആണെങ്കിൽ എനിക്കെന്താ? എനിക്ക് TC ഒന്നും വിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നോ? അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. എന്താ നിങ്ങൾ ഗുണ്ടായസം കളിക്കാൻ പോവാ? രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും ആലോചിച്ചത്. നിന്നെപ്പോലൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ഇവിടുന്ന് പോകരുത്. വാമനെ, നമുക്ക് കോളേജിലേക്ക് പോവാം. സാർ, ഇന്നലെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയം തന്നാ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ വന്ന് എന്റെ കാല് പിടിച്ച ഞാൻ വരുമെന്ന് വിചാരിച്ചോ? ഞാൻ വരില്ല. 5 മണി കഴിയുമ്പോ നീ എന്താ പ്രധാനമന്ത്രിയോട് സമയം തന്നു അങ്ങനെ ക്ലാപ്പരാന്ന് എന്തുവാന്ന് കരുതിയോ? ബാസാറെ, നമുക്ക് തിരിച്ചു പോവാം. എടാ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഒന്നും ഉണ്ടായി. നിങ്ങൾ എന്റെ കാല് പിടിച്ചാൽ ശരി. ഇവനോട് ഇങ്ങനെ കെഞ്ചുന്ന എന്തിനാണ് സാർ? ഇവൻ വെറും മൂക്കളെ ഒലിപ്പിക്കുന്ന കൊച്ചു പയ്യൻ. ബണ്ണി, നീ ആരാണെന്ന് എനിക്കേ അറിയൂ. നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് പോകില്ല മോനെ. രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂട്. അതൊരു ദൈവ രഹസ്യ, ആരോടും പറഞ്ഞുകൂടാ. ദയവ് ചെയ്ത് നീ എന്റെ കൂടെ കോളേജിലേക്ക് വാ മോനെ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നോണ്ട് ഞാൻ വേണമെങ്കിൽ വരാം. പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ എന്റെ TC വാങ്ങിച്ച് അപ്പോഴെങ്കിൽ സ്ഥലം വിടും. അത് സമ്മതമാണോ? അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. മഹാലക്ഷ്മി മാഡം, ഇതെന്താ ഇയാൾക്ക് TC തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജില്? വാ നടക്ക്. ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്തൻ സേവയുണ്ടെന്ന്. അണ്ണാ, അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു. ഇത്തവണ മുമ്പേ അവൻ തന്നെയാണോ സംസാരിച്ചത്? അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ? സംസാരിച്ച്. എന്നാ കുഴപ്പമില്ല. Beryllium combine. എന്താ? അത് ഞാൻ പിന്നെ പറയാം. സോറി മാം. ചിരിക്കാതെ കാര്യം പറയണം. മഹാലക്ഷ്മി, നീ വീഴ്ത്തോന്ന് പറഞ്ഞില്ലേ? എങ്ങനെ വീഴ്ത്തുന്ന? അവളെ നിനക്ക് വിളിക്കിട്ടില്ല. അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാമല്ലോ. എങ്ങനെ? കാണുന്ന പോലൊന്നും അല്ല അളിയാ, നീ ആള് കില്ലാടിയാ. നിനക്ക് എപ്പോഴാ മനസ്സിലായത്? കാണാൻ പോകുന്നേ ഉള്ളൂ. ഷോർട്ട് ടൈം ആയി, നീ ചെല്ല്. എന്താടോ, ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ? സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി വെളിയിൽ പോകും. അത് വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ബണ്ണി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവര് സിനിമയ്ക്ക് പോയി. അതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ, ഞാൻ ട്രീറ്റ് ചെയ്തതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ബണ്ണി എന്താ പോവാത്തെ? താൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും ഓർത്തിട്ടാ. ഇറ്റ്സ് ഓക്കെ, ബണ്ണി പൊയ്ക്കോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ അവരെല്ലാം ഉണ്ടാവില്ലേ? ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും നേരം താനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഇതിന്റെ അർത്ഥം ഞാനും കൂടി വരണമെന്നല്ലേ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തിനാ നോക്കുന്നത്? ഞാൻ വരില്ല. എന്തിനാ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുന്നത്? ബണ്ണി, ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ? എന്താ മോനെ ബണ്ണി? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? TC ഒഴിച്ച് എന്ത് വേണേലും ചോദിച്ചോ. ഇത് കോളേജ് ഓതോ റൗഡികളുടെ ക്യാമ്പോ? ഞാൻ റൗഡീസ് നിർത്തിയിട്ട് 25 വർഷമായില്ലേ. അവൻ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ. ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികൾ ആരാടാ? ആരാ? ഓ, അവിടെ. ഓ, അവരാണോ? അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ? എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടിട്ടെ. നിനക്ക് എന്തിനാ സെക്യൂരിറ്റി? മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ. എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു. ഞാൻ നാളെ 100 സെക്യൂരിറ്റിയെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ TC കൊടുത്ത് പറഞ്ഞു വിട്ടാരേ സാർ. നിന്റെ ആരെ ചോദിച്ചേ? സാർ, അവരുള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സാർ. ഏത് കാര്യത്തിലാ? ഞാൻ പഠിക്കുന്ന കാര്യമാ പറഞ്ഞത്. നീയും പഠിക്കാൻ തുടങ്ങിയോ? ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ? അപ്പൊ 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 സാറിനെ കളിയാക്കിയതാ? നോനോ, നിനക്ക് അങ്ങനെ തോന്നിയതാ അല്ലേടാ? അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്. അപ്പൊ അങ്ങനൊന്നും അല്ലേ സാർ ഉദ്ദേശിച്ചത്? നീ കൂടുതലൊന്നും
നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ, പക്ഷെ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ഹലോ, അകത്തേക്ക് വരൂ. എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ ടി സി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ടി സി? ടി സി അല്ല, AC. വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. എ സിയോ? എവിടെ ഉണ്ട്? എന്റെ റൂമിലുണ്ട്. വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? AC-യിൽ ഇരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. AC അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി, നമുക്ക് എന്റെ കാറിൽ പോവാം. ഏയ്, കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്ന. മോളെ ഇങ്ങോട്ട് പോകുന്നു. അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാള് മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ AC ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നത് എന്തിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരിലല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നോ പറയരുതല്ലേ സാർ. അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടളയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമൈസ്. ബിലീവ് മീ സാർ. ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല, കള്ള നാറി. തേരി പറയല്ലേ സാർ. ഏയ്, ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ, കുഴപ്പമില്ലല്ലോ. AC കൂട്ടിയിട്. ബണ്ണി, എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണാ. എടാ, മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 എടാ, റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണാ, ഈ കോളേജിൽ എങ്ങ് റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ AC ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ. മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ടേ നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ, അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്, അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളാ ഒതുങ്ങേണ്ടത്. അതെന്തിനാ സാർ? നിനക്ക് സോഡ പൈറ്റ് അറിയാമോടാ? ഒന്ന് കാണിച്ചു കൊടുക്കുക. വേണ്ട, കാണിച്ചു കൊടുക്കുക. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുക സാർ. അമ്മോ. പന്നം. അണ്ണാ, വേണ്ട അണ്ണൻ. എന്റെ അമ്മോ, ഞാൻ മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ B സെക്ഷൻ. ഓ, മോളിലാണല്ലേ. പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാത് ചേറ്റേ. ചക്കരേ, തുറന്നടാ, നിക്കണോടെ, നിക്കണം. എവിടെ പോയിരിക്കായിരുന്നു? മൂത്രമൊഴിക്കാൻ പോയണ്ണ. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ലെണ്ണ. മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട, ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ, അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടോ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ?
ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടനാണ് സത്യം. എന്താടാ അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ല ഏട്ടാ. ഓയ്! ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര് അമ്മോ മോശം, അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ, സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി, രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാര് വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതൊരു പിയുണ്ണയാണെ പോലെ തലതല്ലി ചത്തേനെ. സത്യമാ ബണ്ണി? സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് ടി സി തന്നേക്ക് സാർ. ഡോ, കുറച്ച് വെള്ളം കോരി ഒഴിക്കും. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ? തന്റെ അച്ഛന് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതലാ. എനിക്ക് എന്തോ ഇത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്. അച്ഛന് തന്നെ സംശയം. വാട്ട്? അതേ മഹി, സ്നേഹത്തിൽ വിശ്വാസമാണ് വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. വാട്ട് ആർ യു സേയിങ്? തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നോ? ആലോചിക്കേ. അമ്മേ, അച്ഛൻ എന്നെ തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ? എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി തന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. നിനക്കെന്താ ഭ്രാന്ത? എന്ത് വിലയുള്ള സാധനങ്ങൾ ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ, ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ, വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. ഇന്നെന്റെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മയിലോ? എന്ത് മയിലേ? മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലെ മയില്. അക്ഷരം മാറ്റണം. വേണ്ടെങ്കിൽ വിട്ടോ സാറേ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ. കണ്ടില്ലേ, നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത്. നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത്. കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോന ഇതായിരിക്കുന്ന കണ്ടില്ലേ? ദയവ് ചെയ്ത് കുട്ടി ഇനി ഇവിടെ വരരുത്. അതല്ല അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട, മോളൊന്ന് പോ. മഹി, നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേയ്, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി? Listen to me, the man, the bunny, is he? Don't play naughty, see what I mean? The power he has is forever. Bunny, he's the macho man. Bunny, don't play the thing you can. Bunny, he's got the style of the future. Bunny, the attitude is high. Bunny, Bunny. ആരാടാ നീ? എന്തിനാണ് തല്ലുന്നത്? ഒന്ന് പിടിക്കണം.
ഈടാ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്? എന്റെ അമ്മ എടാ അത് തീയാണ്ട പൊള്ളി പോടാ. నొప్పి నొప్పి గుండెంత నొప్పి എടാ മോനെ, നീ ഞാനും തമ്മിൽ പരിചയമേ ഇല്ല. ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ. ഇത് ആശുപത്രിയാണല്ലോ. ഇതിലൊപ്പിട. ഡോക്ടറാ? എന്തിനാ ഒപ്പിടുന്നത്? ഇടാലോ. സൂര്യ, അണ്ണാ എന്തു പറ്റിയടാ? എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണ. കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനെടാ? ചായ കുടിക്കായിരുന്നണ്ണ. ഒരുത്തൻ വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ ആരാണെന്ന് അന്വേഷിച്ചോടാ? അന്വേഷിച്ചപ്പോ കറുത്ത ഒരുത്തനാന്നാ പറഞ്ഞത്. അതേണ്ട, അവൻ നല്ലോണം കറച്ചിട്ടാണല്ലോടാ. There are 3 levels in which morphology can be classified. They are ഫ്രണ്ട്സ്, സുധീർ ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പ്ലീസ് വെൽക്കം ഹിം. മണ്ണി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ലേ. സുധീർ, എന്താ ഇത്? നീ ഒരു കളക്ടർ ആവണം നിന്റെ അച്ഛനമ്മമാരുടെ മോഹം. ഉഴപ്പി നടക്കരുത്, അത് നിറവേറ്റണം. ബണ്ണി മോനെ, നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ആസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ നിനക്ക് 100 മാർക്ക് തരിക ഞാൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. എങ്ങനെയാ ഞാൻ നന്ദി പറയേണ്ടത് നിന്നോട്? ദായി കണ്ണീര് പോരെ. ഗുഡ് മോർണിംഗ് സർ. മഹാദേവൻ, വാ വാ വാ, ഇരിക്കിരിക്കും. അല്ല, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒന്നുമില്ല സർ, സാറിന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതി. എടാ മോനെ തരുൺ. സർ, എന്റെ മകൻ അങ്ങ് അമേരിക്കയിലാണ്. എനിക്കറിയാം. എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ? സർ, അത് നീ ഒന്നും വേണ്ട. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ? നിനക്ക് എന്റെ ഒരു രോമത്തിന്റെ വിലയുണ്ടോടാ? എന്റെ കയ്യിൽ നിന്ന് വീഴുന്ന എച്ചിലിന് വേണ്ടി എന്റെ കാലത്തിൽ ഒരു പട്ടിയെ പോലെ നടന്നൊക്കെ മറന്നുപോയോ നീ? ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ സാർ. ഈ 20 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു. ശരിയായിരിക്കും. 20 വർഷം മുമ്പ് എന്റെ ഷൂവിന്റെ വില വെറും 500, ഇപ്പൊ അത് 5000. വില കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. കാലില് തന്നെ ഇടണം. നീയും ഇതുപോലെയാ. എന്റെ മോള് മഹാറാണിയാ. അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. ക്ഷമിക്കണം സാർ, എന്നോടൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും ആഗ്രഹിച്ചു പോയി. സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല. വരട്ടെ സാർ. വടാ. ജയ് നരസിംഹ സ്വാമിക്ക്! 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 നരസിംഹ സ്വാമിക്ക്!
നീ തുടയ്ക്കേണ്ട കണ്ണുനീര് ഈ സമൂഹത്തിന്റെ അടമോനെ. ഞാനത് ചെയ്യും വലിച്ച, ഉറപ്പ്. എന്നാൽ ഇത്രയും കാലം എന്നെ ഒളിച്ചു വെച്ച സത്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് എന്നെ ചെറുപ്പം മുതലേ രഹസ്യമായിട്ട് വളർത്തിയത്? എന്തുകൊണ്ട് എന്നെ മഹാലക്ഷ്മി ചേർന്ന കോളേജിൽ തന്നെ ചേർത്ത് പഠിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഞാനും മഹാലക്ഷ്മി തമ്മിൽ പ്രേമിക്കണമെന്ന് പറഞ്ഞത്? പറയൂ വലിച്ച, സത്യത്തിൽ ഞാൻ ആരാ? നീ ഒരു രാജകുമാരനാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ രഹസ്യമായി വളർത്തിയത്. നിന്റെ ജീവന് പോലും ആപത്തുണ്ട്. അതുകൊണ്ടാ രാജാറാം എന്ന നിന്റെ പേര് ബണ്ണി എന്ന് മാറ്റിയതും. മഹാലക്ഷ്മി വേറെ ആരുമല്ല, ശരിക്കും നിന്റെ മുറപ്പെണ്ണ് തന്നെയവള്. എന്താ പറഞ്ഞേ? അതേടാ, നിന്റെ അച്ഛന്റെ പേര് രാജരാമവർമ്മ. ഈ കോവിലിനുള്ളിൽ വാഴുന്ന ദൈവം നരസിംഹസ്വാമിയാണെങ്കിൽ ഇവിടത്തെ മനുഷ്യരുടെ ഉള്ളിൽ ഇന്നും വാഴുന്ന ഒരേ ഒരു ദൈവം നിന്റെ അച്ഛനാ. അതായിരുന്നു സിംഹം, നരസിംഹം. ഗോദാവരി വളരെ അകലെയായതുകൊണ്ട് അതിലെ ജലം ഇവിടുത്തെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഇനിയും മഴ പെയ്യാൻ വൈകുകയാണെങ്കിൽ പാവം കർഷകരുടെ ജീവിതം തന്നെ കഷ്ടത്തിലാകും സ്വാമി. കുറച്ച് തമ്പരാ വലിയ കേമ്പനാവും തമ്പരാ. സ്വാമി അനുഗ്രഹിക്കട്ടെ. മഹാലക്ഷ്മി മോള് കരയുന്നല്ലോ. കരച്ചിലൊന്നും അല്ല സീതേ. മോളെ മഹാലക്ഷ്മി മോനെ അമ്മയെ പോലെ തന്നെ. ഇതെന്താ സീതേ വെറും നെറ്റിയായിട്ട്? ജാനു, കുങ്കുമം എടുത്തോണ്ട് വരൂ. ശരി. എന്റെ അനുജത്തി എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം മോളെ. നിന്റെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഞാൻ കരുതി നീ ഒരുപാട് ദൂരത്തേക്ക് പോയെന്ന്. എന്നാൽ വീണ്ടും എന്റെ മരുമകളുടെ രൂപത്തിൽ നീ വീട്ടിലേക്ക് വരാൻ പോവാ. ഇവളെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാം. എന്തു പറയുന്നു മോളെ? ആരാധിച്ചവർക്ക് ദൈവം വരം കൊടുത്ത കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആവശ്യപ്പെടാതെ വരം തരുന്ന ദൈവ എന്റെ ഏട്ടൻ. എന്റെ കുഞ്ഞിനെ ഏട്ടന്റെ മരുമകളാക്കുന്നതിനേക്കാൾ എനിക്ക് വേറെ എന്ത് ഭാഗ്യം കിട്ടാനാ ഏട്ടാ? അണ്ണാ, ഒന്ന് വെളിയിലേക്ക് വരോ? എന്താ പറഞ്ഞത്? ഈ കുഞ്ഞിനെ നമ്മുടെ രാജയെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നോ? നമ്മുടെ രാജാക്ക് സ്ത്രീധനമായിട്ട് കോടിക്കണക്കിന് സ്വത്തുക്കൾ വേറെ കിട്ടും. എടാ, സ്ത്രീധനം എത്ര വേണേലും കിട്ടും. എന്നാൽ സ്നേഹം അങ്ങനെയല്ല, വിലമതിക്കാനേ ആവില്ല. രക്തബന്ധം ഇത്. നിങ്ങൾ നന്നാവില്ല, ഒരിക്കലും നന്നാവണ്ട. എന്താ രാമേട്ട, എന്റെ ചേട്ടനെ മാറ്റി നിർത്തി വഴക്ക് പറയായിരുന്നോ? ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ സീതേ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഇവൻ ഉറക്കം വരില്ല, അല്ലടാ? സീതേ, കളക്ടർ സ്ഥലത്തെത്തിരുന്നെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. നിന്റെ അച്ഛന് കർഷകരെ ജീവനായിരുന്നു. അവരുടെ ആത്മഹത്യകൾ കണ്ടുമടുത്തുപോയ ആളാ. ചോളവാരം പ്രോജക്റ്റ് നടന്നാൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാ ആ പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം പോരാടിയത്. നമസ്കാരം വർമ്മ സാറേ. ഇത് 150ാമത്തെ തവണയാണെന്ന് തോന്നുന്നു നിങ്ങൾ ചോളവാരം പ്രോജക്റ്റിന് വേണ്ടി സർവേ ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. You are doing your duty for the sake of your salary, not for the society. You are doing your duty to satisfy the politicians, not for the public. You are doing your duty for the sake of your status, not for the service. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ്? അതല്ല വർമ്മ സാർ. ആ പാർട്ടി ജയിച്ചാലും ശരി, ഈ പാർട്ടി ജയിച്ചാലും ശരി, പ്രൈം മിനിസ്റ്റർ മാറിയാലും ശരി, ചീഫ് മിനിസ്റ്റർ മാറിയാലും ശരി, ഇതുപോലെ ആരെങ്കിലും വന്ന് വെറുതെ ഒരു സർവേ നടത്തി റിപ്പോർട്ട് എഴുതി കോൺട്രിബ്യൂസി ചെയ്ത് ആ ഫയൽ എടുത്ത് ഒടുവിൽ വല്ല കുപ്പത്തൊട്ടിലും വലിച്ചെറിയും. ഈ പ്രോജക്ട് പൂർത്തിയാക്കി നദീജലം വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ നമ്മുടെ നാടുൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ 20 ലക്ഷത്തോളം ഏക്കറിൽ കൃഷിജലം ലഭിക്കും. 7 ലക്ഷം ഏക്കറോളം തരിശുഭൂമി കൃഷിയോഗ്യമാവുകയും ചെയ്യും. 960 മെഗാവാട്ടിൽ ജലവൈദ്യുതി ഉൽപാദനം ഉണ്ടാവും. ലക്ഷങ്ങളോളം വരുന്ന പാവപ്പെട്ടവർക്ക് തൊഴിലും ജീവിതം ഉണ്ടാവും. ഈ സത്യം എല്ലാവർക്കും അറിയാം.
ആരും എന്നാലും ഒന്നും ചെയ്യില്ല. ശരിയല്ലേ? ആദ്യമായി 1946-ലാണ് അന്നത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രി ചോളവാരം പദ്ധതി നിർമ്മിക്കാനായി തീരുമാനിച്ചത്. 34 കൊല്ലം കഴിഞ്ഞ് ശിലാസ്ഥാപനം നടത്തി ദാ ഈ ഫലകം ഇവിടെ വച്ചു. എന്നിട്ടും ഇപ്പോൾ വർഷങ്ങൾ എത്രയായി? ഭരണകൂടങ്ങൾ എത്ര മാറി വന്നു? പദ്ധതി മാത്രം ശൂന്യം. അങ്ങകലെ ഏതോ നാട്ടിൽ ഉത്ഭവിച്ച ഈ മഹാനദി പല സംസ്ഥാനങ്ങൾ താണ്ടി ഇവിടേക്ക് ഒഴുകി വന്നിട്ട് പോലും ആർക്കും ഒരു ഉപയോഗവുമില്ലാതെ വെറുതെ കടലിലേക്ക് ഒഴുകി പോവുകയല്ലേ സാർ? അതങ്ങനെ പാഴാക്കാനുള്ളതല്ല, ഈ നാടിന്റെ സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, ഇവിടെ പൊന്നു വിളയിക്കാനുള്ളതാണ്. പക്ഷെ എന്താ ഇവിടെ നടക്കുന്നത്? കൺമുമ്പിലൂടെ ഈ ജലം മുഴുവൻ ഒഴുകി പോകുമ്പോഴും ജലക്ഷാമം കൊണ്ട് ആയിരങ്ങളാണ് ചത്തൊടുങ്ങുന്നത്. അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തത്? ക്ഷമിക്കണം സാർ, ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങളല്ലേ, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എന്നാ ഞാനിത് ചോദിക്കേണ്ടവരോട് തന്നെ ചോദിച്ചോളാം. രാമേന്ദ്ര, നമ്മുടെ നാട്ടിലെ കർഷകരോടെല്ലാം നാളെ രാവിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് വരാൻ പറയണം. ജാതിയായി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകണം. ഇവിടുത്തെ കർഷകരുടെ ശക്തി എന്താണെന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്ത